യൂട്യൂബിന്റെ ഹിസ്റ്ററിയിൽ തന്നെ 500 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരേ ഒരു യൂട്യൂബ് ചാനൽ. മിസ്റ്റർ ബീസിന് 14 വയസ്സുള്ളപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു യൂട്യൂബർ ആകുമെന്ന്. ആ വാക്കുകളിൽ ഒരു മാസ്റ്റർ സ്ട്രാറ്റജി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബീസ്റ്റിന്റെ ചാനലിലെ 100-ലധികം വീഡിയോസ് കണ്ടതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഒരു ലെജൻഡ് ആണെന്ന്. ഈ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായി നമുക്കറിയാത്ത കുറെ ബ്രില്യൻ സ്ട്രാറ്റജി മിസ്റ്റർ ബീസ്റ്റിന് അറിയാമെന്ന്. മിസ്റ്റർ ബീസ്റ്റിന് അറിയാം എങ്ങനെ ഒരു ചാനൽ സീറോയിൽ നിന്നും ഗ്രോത്ത് ചെയ്തെടുക്കണമെന്ന്. മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന റൂൾ ഓഫ് 5 നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് ഈ യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് കേൾക്കാൻ റെഡി ആയിക്കോളൂ. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ്, വാല്യൂ ഐഡിയ. മിസ്റ്റർ ബീസിന്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 100 പീപ്പിൾസ് 100 ഡേയ്സ്. ഒരു ചെറിയ സെന്റൻസ് കേൾക്കുന്ന നിമിഷം തന്നെ ഒരു ചോദ്യം മനസ്സിൽ വരും. ലാസ്റ്റ് എന്താവും? ആര് ജയിക്കും? അങ്ങനെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ കഴിയും. ഒരു വീഡിയോന്റെ ഐഡിയ ഒരു സെന്റൻസിലൂടെ പറയാൻ ട്രൈ ചെയ്യുക. അതിലൂടെ വ്യൂവേഴ്സിന്റെ മൈൻഡിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡായി കഴിയും. 2. റിട്ടൻഷൻ ഫോർമാറ്റ്. 2 കാണുന്നതിന് ഒരു കാര്യം. രണ്ടാമത്തെ സ്റ്റെപ്പും 5ാമത്തെ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്. സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കി. And to celebrate, I bought this ginormous private island and I'm giving it to one of you in this video. So I brought 100 of my subscribers to compete in 4 extreme challenges. Last one standing. 10 സെക്കൻഡിൽ തന്നെ 5 കട്ട്. ഇതിലൂടെ വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കട്ട്സ് മാത്രമല്ല, ചേഞ്ച് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക, ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്യുക, ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും, അങ്ങനെ എന്തെങ്കിലും. കാരണം മനുഷ്യന്മാരുടെ ബ്രെയിന് പുതുമ ഇഷ്ടപ്പെടും. ഒരേ സീൻ കുറെ നേരം കണ്ടുകൊണ്ടിരുന്ന വ്യൂവേഴ്സിന് അറ്റൻഷൻ കുറയും, വീഡിയോ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് മാക്സിമം കട്ട്സ് യൂസ് ചെയ്യുക. 3. തമ്പനെയിൽ സ്റ്റാറ്റസ്. ഇതാണ് നിങ്ങളുടെ വീഡിയോന്റെ വ്യൂസ് തീരുമാനിക്കുന്നത്. മിസ്റ്റർ ബീസ്റ്റിന്റെ തമ്പനെയിൽ സാധാരണമായി കാണുന്ന കാര്യങ്ങൾ: മെയിൻ സബ്ജക്റ്റ്, ഇമോഷൻ, ബ്രൈറ്റ് കളർ, ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്. കാരണം തമ്പനെയിൽ ഒരു സെക്കൻഡിനുള്ളിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് കീപ് സിമ്പിൾ. 4. ടൈറ്റിൽ. ലാസ്റ്റ് പേഴ്സൺ ടു ലീവ് വിൻ $5 lakh. ഈ ടൈറ്റിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ട്: അറ്റൻഷൻ, റിവാർഡ്, ക്യൂരിയോസിറ്റി. ടൈറ്റിൽ വെക്കുമ്പോൾ 40 to 50 ക്യാരക്ടേഴ്സിനുള്ളിൽ വെക്കുക. ഇതിലൂടെ ഒരു ഒപ്റ്റിമൈസ്ഡ് ടൈറ്റിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് കൊടുക്കാം. 5. വ്യൂവേഴ്സ് സൈക്കോളജി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മിസ്റ്റർ ബീസ്റ്റിന്റെ ഓരോ വീഡിയോയിലും വ്യൂവേഴ്സിന്റെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. ആര് ജയിക്കും? സർവൈവ് ചെയ്യുമ്പോൾ അവസാനം എന്താകും? ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാനുള്ള ആഗ്രഹമാണ് ഈ വീഡിയോയിൽ വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താനുള്ള കീ. ലാസ്റ്റ് ആയിട്ട് ഒരു ബോണസ് ടിപ്പ് പറഞ്ഞുതരാം: ഇൻക്രീസ് ആവറേജ് വ്യൂസ് ഡ്യൂറേഷൻ. അതിനായിട്ട് ഫസ്റ്റ് നോക്കേണ്ടത് ഹുക്ക് ഇൻ ഫസ്റ്റ് 15 സെക്കൻഡ്സ്. വീഡിയോയുടെ തുടക്കത്തിലെ 15 സെക്കൻഡ്സിനുള്ളിൽ ഒരു പവർഫുൾ ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക. 10-15 സെക്കൻഡ്സ് ഉള്ള ഇൻട്രോ ഒഴിവാക്കുക. അത് ചാനലിൽ നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. പിന്നെ ക്രിയേറ്റ് ക്യൂരിയോസിറ്റി. നിങ്ങളുടെ വ്യൂവേഴ്സിനെ ഓരോ മിനിറ്റിലും എൻകറേജ് ചെയ്ത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി നിർത്തിയ ആവറേജ് വ്യൂസ് ഡ്യൂറേഷൻ ഇൻക്രീസ് ആവും. കൺഫേം. ആവറേജ് വ്യൂസ് ഡ്യൂറേഷനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്.